ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും ഉയർത്തെഴുന്നേറ്റവനായ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ വളരെ വിനയത്തോടെ സ്നേഹത്തോടെ പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നത് 10 ഏപ്രിൽ 2026, ഈ മാസത്തിലെ 10ാമത്തെ ദിവസം, ഈ വർഷത്തിലെ 100ാമത്തെ ദിവസം. ഇന്ന് 471ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തിൽ ശരണപ്പെടുന്നു. ഹെവേറോ വെള്ളിയാഴ്ച എന്നും ഈ ദിവസത്തെ സഭ പറയുന്നു. മൗദ്യാന്യന്മാരുടെ ഓർമ്മ പെരുന്നാൾ നടത്തുന്ന ദിവസമാണ് ഇന്ന്. മൗദ്യാനന്മാരുടെ ഓർമ്മ പെരുന്നാൾ കൊണ്ടാടുന്ന ദിവസമാണ് ഇന്ന്. ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാന ഉണ്ടെങ്കിൽ അതിൽ എവൻഗലിയൻ മേശയിൽ വായിക്കുവാൻ പോകുന്നതായ വേദഭാഗം മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 28ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങൾ ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഈ വർഷത്തെ 100ാമത്തെ ദിവസമാണ് എന്ന്. നമ്മൾ ഓരോരുത്തരും ഭാഗ്യമുള്ളവരാണ്. അതുകൊണ്ടാണ് ഇന്ന് നാം ആയുസ്സും ആരോഗ്യത്തോടും കൂടി ജീവിച്ചിരിക്കുന്നത്. ജനുവരി 1-ാം തീയതി നാം പല പ്രതീക്ഷകളോടും ആഗ്രഹങ്ങളോടും തീരുമാനങ്ങളോടും കൂടി കാലെടുത്ത് വെച്ചുവെങ്കിലും ഈ 100ാമത്തെ ദിവസം കാണുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിന് നാം അവന് 1000 പ്രാവശ്യം സ്തുതി അർപ്പിക്കുകയാണ് വേണ്ടത്, നന്ദി പറയുകയാണ് വേണ്ടത്. കാരണം എത്രയോ പേർ, നമുക്കറിയാവുന്നവരിൽ തന്നെ എത്രയോ പേർ ഈ 100 ദിവസത്തിനകത്ത് ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു എന്നുള്ള വിവരം നമുക്ക് ഏവർക്കും അറിയാം. ദൈവം നമുക്ക് ഈ അനുഗ്രഹം തന്നതിന് അവനെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം, സന്തോഷത്തോടുകൂടി ആർത്തു പാടാം. ദാവീദ് രാജാവ് പറഞ്ഞതുപോലെ നമുക്ക് സ്തുതിച്ച് ആർത്തു പാടാം. നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് തന്നതായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അവന് നന്ദി അർപ്പിക്കാം. ആ 100 ദിവസം, ഈ വർഷത്തിലെ 100 ദിവസം നമുക്ക് കാണുവാൻ സാധിച്ചല്ലോ. ഹെവറോ എന്ന വാക്കിൻ്റെ അർത്ഥം ശുദ്ധമായ, വെള്ള, പ്രകാശമുള്ള എന്നൊക്കെയാണ്. അപ്പം ഇന്ന് ദിവസത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശമുള്ള വെള്ളിയാഴ്ച എന്ന് അർത്ഥം. അങ്ങനെ പറയുവാനുള്ള പ്രധാന കാരണം എന്നത് നമുക്ക് ഏവർക്കും അറിയാം. പാപത്തിനും മരണത്തിനും മേൽ ക്രിസ്തുവിൻ്റെ ജയം നടന്ന സമയമാണ് ഇത്. ഇരുട്ടിന് പകരം വെളിച്ചമുണ്ടായ സമയമാണ് ഇത്. നിരാശയ്ക്ക് പകരം പ്രത്യാശ ഉണ്ടായ സമയമാണ് ഇത്. ഈ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളെ ഹേവോറോ ദിനങ്ങൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നതിൻ്റെ മെയിൻ കാരണം സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും കാലം ആയതിനാലാണ്. സഭ നമ്മെ ഈ ദിവസങ്ങളിൽ നോമ്പ് ആചരിക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടില്ല എങ്കിലും പ്രാർത്ഥിക്കണ്ട എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആയതിനാൽ നമ്മൾ 2 നേരമെങ്കിലും പ്രാർത്ഥിക്കുകയും കഴിയുമെങ്കിൽ യാമപ്രാർത്ഥനകൾ ചെയ്യുവാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത് എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹെവറോ ആഴ്ച കഴിഞ്ഞ് സാധാരണ ആരാധനാക്രമത്തിലേക്ക് നാം ഓരോരുത്തരും മടങ്ങും എന്ന് നമുക്കറിയാം. അടുത്ത ഞായറാഴ്ച, അതായത് 12 ഏപ്രിൽ 2026 എന്ന് പറയുന്നത് പുതുഞായറാഴ്ചയാണ്, യുവാക്കൾക്ക് വേണ്ടിയുള്ള ഞായറാഴ്ചയാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ ഞായറാഴ്ച രാവിലെ ഇടുന്ന എപ്പിസോഡിൽ അത് പബ്ലിഷ് ചെയ്യുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇപ്പോൾ നാം ചിന്തിക്കേണ്ടതായ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതായ ഈ ആയുസ്സും ആരോഗ്യവും ഈ അനുഗ്രഹങ്ങൾക്കും എല്ലാം നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി അവനെ നമിക്കുകയും അതോടൊപ്പം നമ്മളെ തന്നെ അവൻ്റെ തൃപാദത്തിൽ സമർപ്പിക്കുകയുമാണ് വേണ്ടത്. അങ്ങനെ സമർപ്പിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. ആ അനുഗ്രഹം നമുക്ക് പ്രാപിക്കണമെന്നുണ്ട് എങ്കിൽ നാം അവൻ്റെ മക്കളായി തീരണം. അവൻ്റെ മക്കളായി തീരുവാൻ വേണ്ടിയിട്ട് മേൽപ്പെട്ട കാര്യം പുരോഹിതന്മാരും നമ്മെ ഉദ്ബോധിപ്പിച്ചിരിക്കുന്നത് നാം ദൈവ വിശ്വാസമുള്ളവരായിരിക്കണമെന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, യാക്കോബ് ശ്ലീഹ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്
പ്രവൃത്തിയും നമ്മുടെ വിശ്വാസവും ഒരുപോലെ ആയിരിക്കണമെന്നാണ്. അതായത് നമ്മുടെ വിശ്വാസം പോലെ തന്നെ നമ്മുടെ പ്രവൃത്തിയും ആയിരിക്കണമെന്നാണ്. അങ്ങനെ ആണെങ്കിൽ മാത്രമേ ദൈവം നമ്മോട് ഇഷ്ടപ്പെട്ട് നമ്മളെ ചേർത്ത് പിടിക്കത്തുള്ളൂ. അതിനു വേണ്ടിയിട്ട് നാം അവനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യണം. അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. എല്ലാവർക്കും ഹെവറോ വെള്ളിയാഴ്ചയുടെ ആശംസകൾ അർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.